ഫലസ്തീൻ സിനിമകളടക്കം 19 സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതോടെ IFFKയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. രാവിലെ നടക്കേണ്ട 4 സിനിമകളുടെ സ്ക്രീനിംഗും ഒഴിവാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രദർശനങ്ങൾ മുടങ്ങിയേക്കും. അതേസമയം കേരള ചലച്ചിത്ര അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ ഡോക്ടർ ബിജു രംഗത്തെത്തി. മേള നടക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എവിടെയെന്നാണ് ചോദ്യം. ഡമ്മി പോലൊരു ചെയർമാൻ ചലച്ചിത്ര അക്കാദമിക്ക് എന്തിനെന്നും വിമർശനമുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംവിധായകന്റെ പ്രതികരണം. സുനിഷയുണ്ട്. സുനിഷ, ഇപ്പോൾ IFFKയിൽ പങ്കെടുക്കുന്ന ഡെലിഗേറ്റുകൾ കടുത്ത നിരാശയിലാണ്. പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ? 19 സിനിമകൾക്കാണ് പ്രദർശനാനുമതി ഇല്ലാത്തത്. ഇന്ന് രാവിലെ 4 സിനിമയുടെ സ്ക്രീനിംഗ് ഒഴിവാകുന്നു. ഇതൊക്കെ ഫെസ്റ്റിവലിനെ വളരെ ആവേശത്തോടെ കാണാൻ വരുന്ന ഡെലിഗേറ്റുകൾക്കിടയിൽ വലിയ വിഷമമുണ്ടാക്കുന്നു. മാത്രമല്ല വലിയ പ്രതിഷേധത്തിനും സാധ്യതയുണ്ടാവും. അതിനിടയ്ക്ക് ഡോക്ടർ ബിജുവിന്റെ ഒരു വിമർശനവും വന്നിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഈ വിമർശനം, സുനിഷ? അതാണ് അരുൺ, ഈ പറഞ്ഞതുപോലെ 19 സിനിമകൾക്കായിരുന്നു കടുംവെട്ട് വന്നിരുന്നത്. അത് അനിശ്ചിതത്വം തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് 9 സിനിമകൾക്ക് പ്രദർശനാനുമതി ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് 9 സിനിമകൾ, അരുൺ പറഞ്ഞതുപോലെ നിരവധി ആളുകൾ, ഡെലിഗേറ്റ്സുകൾ ഇങ്ങനെ സിനിമ കാണാനായി ആഗ്രഹിച്ച് ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോഴാണ് ഇന്ന തിയേറ്ററിൽ ഈ സിനിമ പ്രദർശിപ്പിക്കില്ല, ഇന്നുണ്ടാകില്ല എന്നുള്ള മെസ്സേജ് ഇവരുടെ ഫോണിലേക്ക് വരുന്നത് എന്നുള്ളതാണ് വലിയ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടും അതൊപ്പം തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയും അതിലേറെ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാറ്റിൽഷിപ്പ് പൊട്ടൻമാൻ അടക്കമുള്ള സിനിമകൾ, അതൊക്കെ ഈ റഷ്യൻ വിപ്ലവം പറയുന്ന 100 വർഷം തികയ്ക്കുന്ന സിനിമകൾ, ഇത്തരം സിനിമകൾക്ക് പോലും ഈ വിട്ട് വരുമ്പോൾ എന്താണ് ഇതിനുള്ള കാരണം എന്നത് തന്നെയാണ് അറിയേണ്ടത്. ഇത്തരത്തിലുള്ള സിനിമകൾ പ്രധാനമായും ഈ പറഞ്ഞതുപോലെ പലസ്തീൻ പാക്കേജിൽപ്പെട്ട 6 സിനിമകൾക്ക് നിരോധനം വരുന്നു. ഒപ്പം മറ്റ് സിനിമകൾ, ഒരുപക്ഷെ ഫ്ലെയിംസ് പോലുള്ള ഹരിയാനയിലെ ജാതീയത പറയുന്ന സിനിമകൾക്കും കടുംവെട്ടുണ്ട്. ഇവിടെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് നേടിയിരുന്ന ആഫ്രിക്കൻ സംവിധായകന്റെ ഒരു സിനിമ, അത് തിംബുക്തി എന്ന സിനിമ, അതിൽ പറയുന്നത് ഈ മതവും ഒപ്പം തന്നെ അധികാരമടക്കമുള്ള വിഷയങ്ങളാണ്. ഈ സിനിമകളൊക്കെ തന്നെയും പ്രദർശിപ്പിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിന് അനുമതി കൊടുക്കാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം DYFI അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് അങ്ങനെയെങ്കിൽ ഞങ്ങൾ തെരുവിലിത പ്രദർശിപ്പിക്കുമെന്നുള്ളതായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കൂടി കടക്കുമോ സാഹചര്യം എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ കൊൽക്കത്തയിലെ ഒരു ചലച്ചിത്രമേളയിലും ഇതേ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മമതാ ബാനർജി ഇടപെട്ടുകൊണ്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സന്ദർഭത്തിലേക്ക് കേരളത്തിലും ഈ രാജ്യാന്തര ചലച്ചിത്രമേളയിലും സാഹചര്യങ്ങൾ കടക്കുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ബിജുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഒരുപക്ഷെ വലിയ തരത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും അതിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, അതായത് സ്വാഭാവികമായും ഒരു പുറത്തെ ഒരു വിദേശ സിനിമകൾ എത്തുമ്പോൾ സെൻസർ ചെയ്യപ്പെടാത്ത വിഷയങ്ങളിൽ സ്വാഭാവികമായും ചലച്ചിത്ര അക്കാദമി കേന്ദ്രത്തിന്റെ അനുമതി തേടാറുണ്ട്. അത്തരത്തിൽ അനുമതി തേടി ഈ കത്ത് നൽകിയിരിക്കുന്നത് എപ്പോഴാണ് എന്നതാണ് ഒരു ചോദ്യമായി ഉയർന്നിരിക്കുന്നത്. നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ നൽകി കേന്ദ്രം കൃത്യമായി നൽകാത്തതാണ് എങ്കിൽ കേന്ദ്രത്തിനെ വിമർശിക്കാം. പക്ഷെ ചലച്ചിത്ര അക്കാദമിക്ക് അതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയരുന്നത്. മറ്റൊരു ചോദ്യം, സ്വാഭാവികമായി നമ്മളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ റസൂൽ പൂക്കുറ്റിയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. പക്ഷെ അദ്ദേഹം ഈ കഴിഞ്ഞ 5 ദിവസമായും ഈ ചലച്ചിത്ര അക്കാദമിയുടെ വേദിയിൽ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു അക്കാദമി ചെയർമാൻ എന്നുള്ളൊരു ചോദ്യമാണ് ഡോക്ടർ ബിജു മുന്നോട്ടേക്ക് വെക്കുന്നത്. കാരണം ഏറ്റവും അവസാനം നേരത്തെ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടന സമയം പറഞ്ഞിരുന്നത് അവസാന ദിവസം റസൂൽ പൂക്കുറ്റി എത്തുമെന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇല്ലാതെ പോകുന്നതിന്റെ സാഹചര്യം കൂടി വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് ഡോക്ടർ ബിജുവും രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കടുംവെട്ടിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്നും പ്രതീക്ഷിക്കാം. അരുൺ, ഓക്കെ, താങ്ക് യു. സുനിഷ ഏലൂരാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, IFFKയിൽ കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണ്. അവിടെ എന്തായാലും ഡെലിഗേറ്റ്സുകളുടെ പ്രതിഷേധം ഉണ്ടാവും. പ്രതിഷേധിക്കണമല്ലോ. നമുക്കിങ്ങനെ വായ മൂടിക്കിട്ടിയും സിനിമകളെ കത്രിക വെച്ച് കളഞ്ഞും കണ്ണ് മൂടിക്കിട്ടിയും ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ലോകമെമ്പാടും നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ കാണണം. അതിൻ്റെയൊക്കെ പേരിൻ്റെ പേരിലാണ്. ഇപ്പം ബീഫ് എന്നൊരു പേര് കണ്ടാൽ ഉടൻ ആ സിനിമ പ്രദർശിപ്പിക്കണമെന്ന് പറയുക. ആ ബീഫും ഈ ബീഫും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലസ്തീൻ എന്ന പേര് കണ്ടാൽ ഉടനെ കത്രിക വെച്ചിട്ട് പറയുകയാണ് ഈ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇതെന്താണ്, വെള്ളരിക്കപ്പാട്ടാണോ?